തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ബുദ്ധിയെ തുറന്നു. എന്തുകൊണ്ട് തുറന്നു? തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിനാണ് ബുദ്ധി തുറന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയല്ല, സമ്പത്തി ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറ്റു യാതൊരു ടെക്നിക്കൽ പരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം ബുദ്ധി തുറന്നത്. തിരുവെഴുത്ത് തിരിച്ചറിയാൻ വേണ്ടി. സ്തോത്രം. അപ്പൊ മറ്റുള്ള ലോകത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ബുദ്ധിക്കായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ട ബുദ്ധിക്കായി പ്രാർത്ഥിച്ചാൽ ദൈവം ബുദ്ധി തരും. ആ ബുദ്ധി തന്നാലേ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നമുക്ക് ആരാധിക്കാൻ പറ്റും. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റും. ബുദ്ധിയുള്ള ആരാധനയായിട്ട് ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാം, പക്ഷെ ദൈവത്തെ സന്നിധിയിൽ യാഗമായി സമർപ്പിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പൊ മാത്രമല്ല, മൂഢന്റെ യാഗം ദൈവം വെറുക്കുന്നു, ബുദ്ധിമാന്റെ യാഗം ദൈവം പ്രസാദിക്കുന്നു. ബുദ്ധിമാന്റെ ജീവിതം അത്ര മേലോട്ടാണ്, കീഴുള്ള പാതളം എന്ത് ചെയ്യുന്നു? ഒഴിഞ്ഞു പോകുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. ഏത് ജീവൻ? ഈ താൽക്കാലികമായി കാണുന്ന ലോകത്തിലെ ജീവൻ, നിത്യജീവനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവത്തെ ആരാധിക്കാനല്ല, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കണം. അതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കണം. അതാണ് ആരാധന. അപ്പോൾ ഇങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് വരണമെങ്കിൽ തിരുവചനമാണ് നമ്മൾ അധികം കേൾക്കാനുള്ളത്. തിരുവചനം കേട്ട് 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 വരുമ്പോൾ നമ്മൾ സമർപ്പിക്കപ്പെടും. ആ സമർപ്പിക്കപ്പെടുന്നതാണ് ആരാധനയായി മാറുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായി മാറുന്നു. അങ്ങനെ സമർപ്പിക്കുന്നവരിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം. അങ്ങനെ സമർപ്പിക്കുന്നവരിൽ ദൈവം അതിശയങ്ങൾ ചെയ്യും, വീര്യപ്രവൃത്തികൾ ചെയ്യും. ഇതൊന്നും ഭൗതികത്തെ ഉദ്ദേശമല്ല പറയുന്നത്. സ്തോത്രം. ഭൗതിക അത്ഭുത അടയാളം വീര്യപ്രവൃത്തികൾ എവിടെ പേരും കാണാൻ കഴിയും, പക്ഷെ ആത്മീയ അത്ഭുതം എവിടെ പേരും കാണാൻ കഴിയില്ല. ആത്മീയ വീര്യപ്രവൃത്തി എവിടെ പേരും കാണാൻ കഴിയില്ല. സ്തോത്രം. അത് ദൈവ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. അതാണ് ആത്മീയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ആ ആത്മീയ അത്ഭുതത്തെ കുറിച്ചാണ് കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ സൂചനയായി കാണുന്നത്, അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനം കൊണ്ട് ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല. മാനുഷിക ജ്ഞാനം കൊണ്ട് വചനം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മൊത്തം ഭൗതിക അനുഗ്രഹം കൊണ്ട് നിറയും. ആ ചിന്ത കൊണ്ട് നിറയും, ഭൗതിക അനുഗ്രഹത്തിന്റെ ചിന്ത കൊണ്ട് നിറയും. പക്ഷെ ദൈവിക ജ്ഞാനത്തെ വചനം കേട്ടാൽ നമ്മുടെ ഹൃദയം പാപബോധം കൊണ്ട് നിറയും. അയ്യോ, ഞാൻ അങ്ങനെ അല്ലല്ലോ ചിന്തിച്ചത്, അയ്യോ ഞാൻ അങ്ങനെ അല്ലല്ലോ ചിന്തിച്ചിരുന്നത്, അയ്യോ എനിക്ക് അബദ്ധം പറ്റിയല്ലോ, അങ്ങനെ അല്ലല്ലോ ചിന്തിക്കേണ്ടത്. സ്തോത്രം. അങ്ങനെ ചിന്തകളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്ത പരാജയത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കി നമ്മുടെ ഹൃദയം പാപബോധത്താൽ നിറയും. ഹല്ലേലൂയ. പാപബോധത്താൽ നിറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഹൃദയം നുറുങ്ങും, മനസ്സെന്ത് ചെയ്യും? തകരും. തകർന്നും നുറുങ്ങിയ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യില്ല? നിരസിച്ചില്ല, തള്ളിക്കളയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ഹൃദയം തകരണം, ഹൃദയം നുറുങ്ങണം, മനസ്സ് തകരണം. സ്തോത്രം. അങ്ങനെ സങ്കീർത്തനത്തിൽ വീണ്ടും പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ കർത്താവ് രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ. നമ്മുടെ കൂട്ടായ്മകളില് സ്തോത്രം, സാധാരണയായി നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ നമ്മുടെ ഹൃദയം തകരാൻ ആരെങ്കിലും വിടുവോ? ഏതെങ്കിലും പാസ്റ്റർ വിടുവോ? ഒരു പാസ്റ്റർ നമ്മുടെ ഹൃദയം തകരാൻ, കർത്താവ് എന്റെ ഹൃദയം തകരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു മനുഷ്യനും മനസ്സ് നുറുങ്ങാൻ വേണ്ടി വിടൂല്ല ആരെയും. അതുകൊണ്ട് ദൈവം അവരെടുത്ത് വരില്ല, ദൈവാത്മാവ് അവരെടുത്ത് വരില്ല. സ്തോത്രം. സ്തോത്രം. ദൈവിക ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ദൈവവചനം കേൾക്കെ നമ്മുടെ ഹൃദയം നുറുങ്ങും.
നമ്മുടെ മനസ്സ് തകരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കാൽവരി ക്രൂശിൽ നുറുക്കപ്പെട്ടതുപോലെ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും തകർന്ന് നുറുങ്ങും. സ്തോത്രം. തകർന്ന് നുറുങ്ങിയ ഹൃദയത്തെ എന്ത് ചെയ്യുന്നില്ല? കർത്താവ് നിരസിക്കുന്നില്ല. ആ ഹൃദയത്തിൽ ദൈവം തന്റെ വചനത്തെ എഴുതും. പ്രൈസ് ദി ലോർഡ്. ആ ഹൃദയത്തിൽ ദൈവം തന്റെ വചനത്തെ എഴുതി തുടങ്ങും. ആ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം എഴുതി തുടങ്ങുമ്പോൾ ആ ഹൃദയവും ദൈവരാജ്യവും തമ്മിൽ വലിയ ബന്ധമുണ്ടായി മാറും. കാരണം അവിടെ ദൈവവചനം സ്ഥിരപ്പെട്ടിരിക്കുക. അവിടെ സ്ഥിരപ്പെട്ടിരിക്കുന്ന വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയവും ദൈവരാജ്യവും തമ്മിൽ വലിയൊരു കണക്ഷനായി മാറുക. ലോകചിന്ത വരുമ്പോൾ അത് കണക്ഷൻ പൊളിഞ്ഞു തുടങ്ങും. പിന്നെ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ആത്മീയ ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും കണക്ഷൻ വളരും. അങ്ങനെ വളർന്നും തകർന്നും വളർന്നും തകർന്നും അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥനയിൽ മുട്ടിച്ച് പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ പിന്നെ കണക്ഷൻ വരും. പിന്നെ തകരാത്ത വിധത്തിൽ കണക്ഷൻ തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കണക്ഷൻ വരുമ്പോഴാണ് ദൈവത്തിന്റെ കൂടെ നമ്മൾ നടക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഹാനോക്ക് എന്ന മനുഷ്യൻ ദൈവത്തിന്റെ കൂടെ നടന്നു. അതുകൊണ്ട് മരണം കാണാതെ എന്ത് ചെയ്തു? എടുക്കപ്പെടുവരുണ്ട്. ഹല്ലേലൂയ. മരണം കാണാതെ എന്ന് പറയുമ്പോൾ മരണം ആസ്വദിക്കാതെ എടുക്കപ്പെടും. അദ്ദേഹം മരണം ആസ്വദിച്ചില്ല. അങ്ങനെ ലോകത്തിലെ കാണുന്ന ഒന്നും അങ്ങനെ ആസ്വദിച്ചില്ല. സ്തോത്രം. ലോകത്തിൽ കാണുന്ന എല്ലാം മരണമാണ്. ലോകത്തിൽ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം മരണത്തിന്റെ നിഴലുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് മരണത്തിന്റെ നിഴൽ? ആത്മീക മരണത്തിന്റെ നിഴലുകളാണ് ലോകത്തിൽ കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും. അതൊന്നും ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? ആസ്വദിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മരണം കാണാതെ എടുക്കപ്പെടുന്നത്. നമ്മളും അങ്ങനെ എടുക്കപ്പെടേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് മുമ്പേ നമ്മൾ ഇവിടുന്ന് മാറ്റാം. ശരീരം വിട്ടാൽ എടുക്കപ്പെടും. സ്തോത്രം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതിനാണ് തിരുവചനത്തെ ആത്മീകമായി നമ്മൾ ഗ്രഹിച്ചറിയേണ്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. വായിക്കാം. അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനത്താൽ ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ദുരാത്മാവല്ല, വ്യാജാത്മാവല്ല, ദൈവാത്മാവ്. പ്രൈസ് ദി ലോർഡ്. അതായത് പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ഹല്ലേലൂയ. അപ്പൊ ദൈവാത്മാവിൽ ഉപദേശിക്കുന്ന വചനം ആർക്ക് എങ്ങനെ തെളിയും? ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയും. ഹല്ലേലൂയ. നമ്മൾ ഏത് പ്രസംഗം കേട്ടാലും എത്ര പ്രസംഗം കേട്ടാലും നമുക്ക് ആത്മീയമായി തെളിഞ്ഞു വരുന്നില്ലെങ്കിൽ, അവർ തെളിച്ചു തരുന്നില്ലെങ്കിൽ ഓർക്കണം, അവരിൽ വ്യാപരിച്ചു നിൽക്കുന്നത് ദൈവാത്മാവല്ല, അവരിൽ വ്യാപരിച്ചു നിൽക്കുന്നത് ലോകാത്മാവാണ്. അതുകൊണ്ടാണ് വചനത്തെ ലോക അനുഗ്രഹമായിട്ട് കണക്ട് ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വചനം ഒരിക്കൽ ലോക അനുഗ്രഹമായി കണക്ട് ചെയ്ത് വരേണ്ടതല്ല. സ്തോത്രം. വചനങ്ങൾ ഏതെങ്കിലും ലോക അനുഗ്രഹമായി കണക്ട് ചെയ്ത് നമ്മൾ വച്ചിരിക്കണമെങ്കിലും അതിനെ അടർത്തി മാറ്റേണ്ടതാണ് ചെയ്യാനുള്ളത്. സ്തോത്രം. നമ്മുടെ അറിവില്ലായ്മ നമ്മളെ കണക്ട് ചെയ്ത് നോക്കി. ഏതെങ്കിലും വചനം വായിച്ചിട്ട് നമ്മൾ ഭൗതിക അനുഗ്രഹം ഈ വചനത്തിൽ കൂടി കിട്ടുമെന്നുള്ള, അല്ലെങ്കിൽ വചനത്തിൽ കൂടെ വിശ്വാസം, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വയ്ക്കും. ആ കണക്റ്റിംഗ് എല്ലാം ഡിസ്കണക്ട് ആക്കി മാറ്റണം. അതാണ് ദൈവാത്മാവിന്റെ ഉപദേശം എന്ന് പറയുന്നത്. ദൈവാത്മാവിന്റെ ഉപദേശം ഒരിക്കലും, റോമലേഖനത്തിൽ അടുത്ത ഭാഗമുണ്ട്, ഈ ലോകത്തിന് അനുരൂപമായിട്ട് ഒരിക്കലും ദൈവാത്മാവ് നമ്മളെ ചിന്തിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് അനുരൂപമായിട്ട് ചിന്തിക്കില്ലെന്നല്ല പറയുന്നത്. തിരുവചനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, ഉപവാസവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, ആരാധനയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു കാരണവശാലും ഈ ലോകവുമായിട്ടുള്ള അനുരൂപത്തിൽ അവിടെ വരില്ല. വീട്ടിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ലോകത്തിന്റെ അനുരൂപമായിട്ട് ചെയ്യേണ്ടി വരും. വിദ്യാഭ്യാസം അത് ഈ ലോകത്തിന് അനുരൂപമാണ്, അങ്ങനെ ചെയ്യേണ്ടി വരും. തൊഴിലുകൾ, വീട് വയ്ക്കുന്നു, മറ്റേ പല കാര്യങ്ങളും ഈ ലോകത്തിന് അനുരൂപമായി ചെയ്യേണ്ടി വരും. ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് ജഡം, പുറത്തെ മനുഷ്യൻ. ലോകവും പുറത്തെ മനുഷ്യനും കണക്റ്റിംഗ് ആണ്. പക്ഷെ അകത്തെ മനുഷ്യനും ദൈവരാജ്യവുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കും. അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും ഒരിക്കലും കണക്ട് ആവരുത്. എപ്പോഴും ഡിസ്കണക്ഷൻ ആയിരിക്കണം.
പ്രൈസലോ. അതാണ് പറഞ്ഞിരിക്കുന്നത്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും അനുകൂലമല്ല, വിരോധമാണ്, വിരോധം. അപ്പൊ ഇതേപോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരേപോലെ ചിന്തിച്ചു വന്നിട്ടല്ലോ, ആ കുടുംബം സ്വർഗ കുടുംബമാണ്, സ്വർഗത്തിൽ പേർ വിളിക്കപ്പെട്ട കുടുംബമാണ്. മക്കൾക്കും അത് ശരണമായി മാറും. പ്രൈസലോ. അത് ഇതുപോലെയാണ് കുടുംബ ജീവിതത്തിൽ ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് ദൈവവചനത്തെ പഠിപ്പിക്കാനും. അങ്ങനെ പഠിപ്പിക്കാത്ത കാരണത്താലാണ് അനേക കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നു, ശിഥിലമായി മാറുന്നു, വേർപെട്ട് മാറുന്നു. ലോകപ്രകാരം നോക്കുമ്പോൾ അവർ വേർപെട്ടിട്ടില്ല എങ്കിലും അവർ തമ്മിൽ വേർപെട്ടവരായി മാറിപ്പോകും. സ്തോത്രം. കാരണം അവരുടെ ജീവിതം അങ്ങനെയായി, അവരുടെ അറിവ് അങ്ങനെയാണ്, അവരെ കേൾപ്പിക്കുന്ന അങ്ങനെയാണ്. അങ്ങനെ ആകരുത്. ഒരു മനുഷ്യന്, പുരുഷൻ ദൈവഭക്തിക്കൊത്തവണ്ണം തന്നെ ജീവിതത്തെ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. കുഞ്ഞുനാൾ മുതൽ അങ്ങനെ വളർന്നവരെ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോൾ അതിന് അവസരം കിട്ടിയോ അത് മുതൽ അതിനെ മുതലാക്കണം, അതിനെ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ലോകത്തിന് അനുഭവമായി നിൽക്കും. പക്ഷെ ദൈവോധനത്തിലേക്ക് വരുമ്പോൾ, ദൈവോധനം വായിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ, ആ വിശ്വാസ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോക അനുഗ്രഹമായിട്ട് ഒരു ബന്ധവും തിരുവചനത്തിലില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ആത്മീകന്മാർക്ക് ആത്മീകമായി തെളിയിക്കുന്നു. അപ്പൊ നമ്മൾ ആത്മീകന്മാരാണോ? അല്ല. പക്ഷെ ഇത് കേട്ട് വരുമ്പോൾ നമ്മുടെ മനോഭാവം മാറും, ചിന്ത മാറും, നമ്മൾ ആത്മീയ സ്വഭാവമായി മാറും. അങ്ങനെ നമ്മൾ ആത്മീയ സ്വഭാവത്തിൽ വളർന്നു വരുമ്പോൾ ആത്മീകനായി മാറും. ഇപ്പൊ നമ്മൾ ആത്മീകനാണോ എന്നാരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ആത്മീകനല്ല. പിന്നെ ആത്മീകനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആരാധനയ്ക്ക് പോകുന്നത്? അത് ആത്മീകനാകാൻ വേണ്ടിയാണ് പോകുന്നത്. വിദ്യാർത്ഥികളെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്തിനാ സ്കൂളിൽ പോകുന്നത്? പഠിച്ചതുകൊണ്ടാണോ? പഠിക്കാൻ വേണ്ടിയാണ്. അവർ പഠിച്ചതുകൊണ്ടല്ല പോകുന്നത്, പഠിക്കാൻ വേണ്ടി. ഇനി പഠിക്കാനുണ്ട്, പഠിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. നമ്മൾ ആരാധന സ്ഥലത്ത് വരുന്നതിന് വേണ്ടിയാ? പഠിക്കാൻ വേണ്ടി. എന്ത് പഠിക്കാൻ? തിരുവചനം പഠിക്കാൻ. തിരുവചനം എന്തിനു പഠിക്കുന്നു? തിരുവചനം പഠിക്കുമ്പോൾ നന്മയും തിന്മയും മനസ്സിലാക്കാൻ കഴിയും, മലിനവും നിർമ്മലവും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും, സ്വർഗവും നരകവും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും, ഞാൻ ആരെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസല്ലോ. അങ്ങനെ ഗ്രഹിച്ചുണരുന്നതനുസരിച്ച് ദൈവരാജ്യവുമായുള്ള ബന്ധം നമുക്ക് വളർന്നുകൊണ്ടിരിക്കും. സ്തോത്രം. ആ വളർച്ചയിൽ വളർന്നു വരാൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാര് സ്തോത്ര പ്രബോധനമായിട്ട്, ലേഖനമായിട്ട് അന്നത്തെ സഭയ്ക്ക് എഴുതി അറിയിച്ചു. അത് നമുക്ക് എല്ലാം അത് നിത്യ നിയമമാണ്. പ്രൈസല്ലോ. ഇതിനോട് വിഘടിക്കുന്ന ഒരു സ്വഭാവം ദൈവികത്വം അല്ല. ദൈവവചനത്തെ ആത്മീയമായി ചിന്തിക്കുന്നതിന് നമ്മൾ ഒരിക്കലും വിഘടിക്കരുത്. എന്നോട് അനേകർ ചോദിക്കാറുണ്ട്, എല്ലാ ആത്മീയ ആത്മീയ ആത്മീയം എന്ന് പറഞ്ഞ പിന്നെ ഭൗതികമൊന്നും വേണ്ടി. ഞാൻ അവരോട് ചോദിക്കുകയാണ്, കിട്ടിയ ഭൗതികം എന്തെല്ലാം കരഞ്ഞു പോയോ? ഒന്നും പോയില്ലല്ലോ, നശിച്ചു പോയില്ലല്ലോ, എല്ലാം നിലനിൽക്കല്ലേ, അതങ്ങനെ നിന്നോട്ടെ. പ്രൈസലോ. ഇനി ആത്മീയമെല്ലാം കിട്ടിയെന്നോടൊന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ കിട്ടേണ്ടത് നേടിയത്, കിട്ടേണ്ടതിനെ നേടിക്കോ. കിട്ടിയത് അവിടെ ഇരിക്കട്ടെ, കിട്ടിയത് ആ നിലയ്ക്ക് നിൽക്കട്ടെ. അത് നഷ്ടപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ ഇത് നേടണം. മുൻപേ കർത്താവിന് രാജ്യവും നീതി അന്വേഷിക്കണം. ഹല്ലേലൂയ. അത് അന്വേഷിച്ച് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വരുമ്പോൾ നമ്മളെ വലിയ വേദന ചെറിയ വേദനയായി തോന്നും. ചില ആൾക്കാർ പറയില്ലേ, കണ്ണിൽ വരാനുള്ളത് കണ്ണ് പിരിയത്ത് മാറി എന്ന് പറയും പോലെ വലിയ വേദനയായി വരാനുള്ളത് ചെറിയ വേദനയായി മാറും. ഇനി വലിയ വേദന നമുക്കുണ്ട്, പക്ഷെ വലിയ വേദനയായിട്ട് തോന്നില്ല, അത് ചെറിയ വേദനയായി തോന്നും. പ്രൈസ് ദി ലോർഡ്. കാരണം അതിനേക്കാൾ വലിയ വേദനയെ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുക. ഏത് വേദന? നരകവേദന. നരകവേദനയെ അതിജീവിച്ച് ദൈവരാജ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന്റെ മുമ്പിൽ ഈ ലോകത്തിലെ ശാരീരികമായ വേദന ഒരു വേദനയായി മാറില്ല. അത് അനുഭവിക്കുന്നവർക്ക് അറിയാൻ കഴിയും. ലോകത്തിലെ ശരീരത്തിലെ വേദന വേദന തന്നെയാണ്, ഇല്ലെന്നല്ല, പക്ഷെ അത് വേദനയായി തോന്നില്ല. കാരണം അതിനേക്കാൾ വലിയ വേദനയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. അവയെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് പുതുക്കണം. വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഞാൻ പ്രാകൃതനാണോ അല്ലയോ എന്ന് എനിക്ക് ഒരു ദിവസം തെളിഞ്ഞു കിട്ടി.
ചില വർഷങ്ങൾക്ക് മുമ്പ് തെളിഞ്ഞു കിട്ടിയത്. അതുവരെ ഞാൻ പ്രാകൃതനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ വചനമാണ് എനിക്ക് കണ്ണു തുറന്നത്. ഞാൻ പ്രാകൃതനാണ്, കാരണം ദൈവാത്മാവിന്റെ ഉപദേശം ഞാൻ കൈക്കൊള്ളാത്തവനാണ്. സ്തോത്രം. അപ്പൊ ഈ വചനം എന്നെ കണ്ണ് തുറന്നപ്പോൾ എനിക്കിവരെ തുറക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ വചനപ്രകാരം എന്റെ കണ്ണിനെ തുറന്നപ്പോൾ അനേകർ എന്നെ വിട്ടകന്നു. സ്തോത്രം, സ്തോത്രം. കാരണം പ്രാകൃതന്മാർക്ക് പിന്നെ അടുക്കാൻ കഴിയുന്നില്ല, അവർ അകന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനത്തെ ഭൗതികമായി ചിന്തിച്ചാൽ ഞാൻ ഇന്നും പ്രാകൃതനാണ്. തിരുവചനത്തെ അക്ഷരികമായി ചിന്തിച്ചാൽ, ലൗകികമായി ചിന്തിച്ചാൽ, ഈ ലോകത്തിന് അനുരൂപമായി ചിന്തിച്ചാൽ ഞാൻ ഇന്നും പ്രാകൃതനാണ്, ഇന്നും ജഡീകനാണ്. സ്തോത്രം. ഇപ്പൊ ദൈവാത്മാവിന്റെ ഉപദേശം പ്രാകൃത മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉൾക്കൊള്ളാൻ പറ്റില്ല, കൈക്കൊള്ളാൻ പറ്റില്ല. അവർക്ക് ഏത് വചനം വായിച്ചാൽ ഭൗതിക അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ നാളുകളിൽ എനിക്ക് ഏത് ഭാഗം വായിച്ചാലും അതിൽ ആത്മീയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. അതെന്തുകൊണ്ട് ചോദിച്ചാൽ ആത്മീയ അനുഗ്രഹം എന്നേക്ക് നിലനിൽക്കും. ഭൗതിക അനുഗ്രഹം ആ കഴുകൻ ആകാശത്തിലേക്ക് ഇങ്ങനെ പറന്നു പോകുമ്പോൾ എല്ലാം പറന്നു പോകും. മുമ്പഴേ ആൾക്കാർ പറയുമ്പോൾ അത് ചക്രമാണ്, ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കും. ഉരുണ്ട് ഇന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കും, നാളെ വേറെ അടുത്ത് പോകും. ഇതാണ് ഭൗതിക അനുഗ്രഹം. പക്ഷെ ആത്മീയ അനുഗ്രഹം അങ്ങനെയല്ല, അത് വന്നുകൊണ്ടേയിരിക്കും, അത് നിലനിന്നുകൊണ്ടിരിക്കും. സ്തോത്രം. അതിൽ നമ്മളെ ഉറപ്പിച്ചു കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടെങ്കിൽ മാത്രം അതിനെ ഊന്ന് കളഞ്ഞാൽ അത് പിന്നെ തിരിച്ചു വരയും. പിന്നെ തിരിച്ചു പറഞ്ഞാൽ കണ്ണീരോട് അപേക്ഷിച്ചാലും വന്നെന്ന് കയറില്ല. പ്രൈസല്ലോ. അത് പ്രാകൃത മനുഷ്യന് ദൈവത്തിന്റെ ആത്മ ഉപദേശം കൈക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ എന്നെ സഹായിക്കണം. ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ ദൈവം നമ്മെ സഹായിക്കും. പ്രൈസല്ലോ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം നമ്മെ സഹായിക്കും. എന്തിനായിട്ട് സഹായിക്കും? ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ വേണ്ടി നമ്മെ സഹായിക്കും. ദൈവാത്മാവിന്റെ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അടുത്ത് അതവന് പോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ദൈവാത്മാവിന്റെ ഉപദേശത്തെ എങ്ങനെ വിവേചിക്കണം? ആത്മീകമായി വിവേചിക്കണം. എങ്ങനെ വിവേചിക്കണം? ഹല്ലേലൂയ. ഇപ്പൊ ദൈവാത്മ നിയോഗം പ്രാപിച്ച് എഴുതപ്പെട്ട വചനങ്ങളെ ഭൗതികമായി നമ്മൾ വ്യാഖ്യാനിച്ചാൽ, ചിന്തിച്ചാൽ, വിവേചിച്ചാൽ നാം പ്രാകൃതനും ജഡീകനുമാണ്. പ്രാകൃതനും ജഡീകനും ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സ് മാറ്റി വരണം. നമ്മൾ ജഡീകത്വത്തിൽ നിന്നും പ്രാകൃത അനുഭവത്തിൽ നിന്നും നമ്മൾ ആത്മീയതയിലേക്ക്, തിരുവചനത്തെ ആത്മീയമായി വിവേചനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. 2-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ എങ്ങനെ കാണുന്നു? ദൈവത്തിന്റെ പ്രവൃത്തികളെ വിവേചിക്കാത്തത് കൊണ്ട് പണിയാതെ ദൈവം ഇടിച്ചു കളയും. സ്തോത്രം ഒന്ന് വായിക്കാം. യഹോവയുടെ പ്രവൃത്തികളെയും യഹോവയുടെ കൈവേലയെയും എങ്ങനെ വിവേചിക്കണം? ആത്മീയമായി വിവേചിക്കണം. അതിന് ഉദാഹരണമായി പറഞ്ഞാൽ, യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കുന്നു. ദൈവം പണിയുന്ന ഭവനം ഇവിടെയല്ല, ദൈവം പണിയുന്ന ഭവനം ഇളകാത്ത രാജ്യത്തിലാണ് എന്ന് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ആ സങ്കീർത്തനം നമ്മളെ തകർത്തത്. സ്തോത്രം. നമ്മുടെ വീട് പ്രതിഷ്ഠയ്ക്ക് വായിക്കുന്ന വാക്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ നീന്നു അധ്വാനിക്കുന്നു. അപ്പൊ നമ്മൾ അത് ചിന്തിക്കും. പക്ഷെ നമ്മൾ അതല്ല ചിന്തിക്കാനുള്ളത്. ഈ ലോകത്തിലെ വീടിനെ കുറിച്ചല്ല ചിന്തിക്കാനുള്ളത്. അവിടെ ചിന്തിക്കാനുള്ളത് ദൈവഭവനത്തെ കുറിച്ചാണ്. സ്തോത്രം. അപ്പൊ നമുക്ക് ദൈവം ഭവനം പണിയുന്ന ഈ ലോകത്തിലല്ല. ഈ ലോകത്തിൽ നമുക്ക് ഭവനം പണിയാൻ നമ്മുടെ മാതാപിതാക്കളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ നമുക്ക് ഭവനം പണിയും. സ്തോത്രം. നമുക്ക് വേണ്ടി ആരെങ്കിലും പണിത് തരും.
ഇനി അതിന് പ്രാപ്തിയില്ലയോ, ഗവൺമെന്റ് അതിന് പണിത് തരും. അതിലെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങളിൽ കൂടെ നമുക്ക് ഭവനം കിട്ടും. നമ്മൾ വിചാരിക്കും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നു വിചാരിക്കും. സ്തോത്രം. ദൈവം തരുന്ന ഭവനം നിലനിൽക്കുന്ന ഭവനം. ദൈവം തരുന്ന ഭവനം നിലനിൽക്കുന്ന ഭവനമാണ്. ഇന്ന് കണ്ടിട്ട് നാളെ ഒഴിഞ്ഞു പോകുന്നതല്ല ഭവനം, അത് നിത്യഭവനമാണ്. ഹല്ലേലൂയ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ ആ ഭവനത്തെ കുറിച്ചാണ് സങ്കീർത്തനത്തിലും പറയുന്നത്, ബൈബിൾ മൊത്തം പറയുന്നത്. ഇനി അതിനെ പ്രാകൃത ബുദ്ധിയിൽ അല്ലെങ്കിൽ മാനുഷിക ബുദ്ധിയിൽ ഈ ലോകത്തിലെ വീടായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ ആത്മീയ വചനം ഗ്രഹിക്കാൻ കഴിയില്ല. ആ കഴിവ് നഷ്ടപ്പെടും. സ്തോത്രം. പിന്നെ പ്രാകൃത മനുഷ്യരായിട്ട് ജീവിക്കാം. ലോകത്തിന് മുമ്പിൽ നോക്കുമ്പോൾ നല്ല നല്ല അന്തസ്സോടെ ജീവിക്കാം. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ പ്രാകൃതനാണ്. പക്ഷെ നമ്മൾ ആത്മീയതയിലേക്ക് തിരിഞ്ഞാൽ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ പോഷനായി തോന്നിയിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ശ്രേഷ്ഠന്മാരായി. ഹല്ലേലൂയ. അതാണ് പാട്ടുകാരൻ പാടുന്നത്. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം വായിക്കുന്നവരും വിശ്വസിക്കുന്നവരും ആരാധനയ്ക്ക് പങ്കെടുക്കുന്നവരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങോട്ട്? സിയോനിലേക്ക്. ഈ ലോകത്തിൽ അക്ഷരിക സിയോനിലല്ല, ആത്മീയ സിയോനിലേക്ക്. സ്തോത്രം. അതുകൊണ്ട് അവിടെ ഭയമൊന്നും വേണ്ട. പക്ഷേ ദൈവവചനത്തെ ആത്മീയമായി ചിന്തിക്കേണ്ട പ്രാപ്തി നമുക്കുണ്ടാകും. അതിൽ ഉറച്ചു നിൽക്കേണ്ട പ്രാപ്തി ഉണ്ടാകണം. പൈസലോ. അപ്പൊ സങ്കീർത്തനത്തിൽ വായിച്ചത് യഹോവയുടെ പ്രവൃത്തികളെയും യഹോവയുടെ കൈവേലയെയും അവർ വിവേചിക്കുന്നു. അത് ഭൗതികമായി വിവേചിക്കുന്നു. പക്ഷെ അവിടെ വിവേചിക്കേണ്ട എങ്ങനെ? അതാണ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ. അപ്പൊ ഇവിടെ വിവേചിക്കുന്നുണ്ട് സങ്കീർത്തനത്തിൽ കൂടി. പക്ഷെ ദൈവത്തിന്റെ കൈവേല അത് ഭൗതികമായി വിവേചിക്കുന്നു. അതുകൊണ്ട് ആത്മീയമായ കണ്ണവർക്ക് അടഞ്ഞു പോകും. സ്തോത്രം. ഇപ്പോൾ ആത്മീയമായി വിവേചിക്കുന്ന ശുശ്രൂഷ നമ്മൾ അനുഭവിച്ചാൽ നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കും. ആത്മീയ കണ്ണ് തുറന്നു തുടങ്ങിയാൽ എന്ന് പറയാൻ കാരണം ഒരുമിച്ച് കറുത്ത തുറന്നു തരില്ല. നമ്മുടെ പ്രാപ്തിക്കൊത്തവണ തുറന്നു തരുള്ളൂ. അത് നമ്മൾ അതിൽ വളർന്ന് വരെ പിന്നെ അധികമായി തുറക്കും. ഉദാഹരണം പറയാം, നമ്മളിങ്ങനെ കണ്ണടച്ചുറങ്ങി നല്ല ഉറക്കം, പെട്ടെന്ന് ലൈറ്റ് പെട്ടെന്ന് കണ്ണ് തുറക്കാൻ പറ്റും. പെട്ടെന്ന് തുറന്നാൽ കണ്ണിനൊരു അസ്വസ്ഥത ഉണ്ടാകും. അപ്പോൾ പയ്യെ തുറക്കും. സ്തോത്രം. അപ്പോൾ ഈ ലൈറ്റിനേക്കാൾ വലിയ വെളിച്ചമുണ്ട് വചനം. ഈ ലോകത്തിന്റെ വെളിച്ചം. ഇപ്പൊ ലോകത്തിന്റെ വെളിച്ചം നമ്മുടെ കണ്ണിൽ കാണുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഒട്ടും തുറന്നു തരില്ല. അല്പം തുറന്ന് അതിൽ വിശ്വസ്തരൻ പ്രാഗൽഭ്യമായി വരുമ്പോൾ പിന്നെ അല്പം കൂടെ തുറക്കും. അങ്ങനെ തുറന്ന് അങ്ങനെയാണ് തുറക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭക്തന്മാർ പ്രാർത്ഥിച്ചത് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ, അതാണ് അതിനെക്കുറിച്ച് പത്രോസ് സമൂഹത്തിൽ ബാക്കി എഴുതിയത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം. അത് ന്യായപ്രമാണത്തിലെ അത്ഭുത പ്രകാശത്തിലേക്ക്. സ്തോത്രം. നമ്മളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുക എന്ന് പറയുമ്പോഴാണ് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണുകളെ തുറന്നു. പ്രൈസല്ലോ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം. ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണാൻ കണ്ടത്. പ്രൈസല്ലോ. ന്യായപ്രമാണത്തിൽ അത്ഭുതം ഇല്ലാത്ത വീട് വരുന്നതല്ല. ന്യായപ്രമാണത്തിൽ അത്ഭുതം ഇല്ലാത്ത വിദ്യാഭ്യാസം വരുന്നതല്ല. ന്യായപ്രമാണത്തിൽ അത്ഭുതം ഇല്ലാത്ത പ്രമോഷൻ വരുന്നതല്ല. അങ്ങനെയൊക്കെ നമ്മളെ പാസ്റ്റർമാരും അച്ഛന്മാരൊക്കെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വരുമാന മാർഗത്തിന് വേണ്ടി മാത്രമാണ്. അവരുടെ വരുമാന മാർഗത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അത്ഭുതം
പ്രൊമോഷൻ കിട്ടി, അത്ഭുതം വീട് കിട്ടി, അത്ഭുതം വസ്തു കിട്ടി, അത്ഭുതം വിദ്യാഭ്യാസം കിട്ടി, അത്ഭുതം അഡ്മിഷൻ കിട്ടി. നമ്മൾ എന്ത് ചെയ്യും? അതിന് കണക്കാക്കി ഒരു സംഭാവന കൊടുക്കും. ദൈവപ്രവൃത്തിക്ക് ദൈവകാര്യങ്ങൾക്ക് കൊടുക്കേണ്ടതല്ല പറയുന്നത്, പക്ഷെ വഞ്ചിക്കപ്പെട്ട് കൊടുക്കരുത്. വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മൾ കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് സന്തോഷത്തോടെ കൊടുക്കുന്നതല്ല, അതായത് സ്വർഗീയ സന്തോഷത്തോടെ കൊടുക്കുന്നതല്ല, അക്ഷരിക സന്തോഷത്തോടെ കൊടുക്കുകയാണ്. അക്ഷരിക സന്തോഷത്തോടെ കൊടുത്താൽ കർത്താവ് സ്നേഹിക്കില്ല. സ്തോത്രം. സന്തോഷത്തോടെ കൊടുക്കുന്നത് കർത്താവ് എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഏത് സന്തോഷം? മാസം 50,000 രൂപ വരുമാനം ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രൊമോഷൻ ആകുമ്പോൾ 1,00,000 രൂപയായി. സന്തോഷം. അത് വരുമാനം കൂടിയുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിൽ നമ്മൾ ഇതിനെന്ത് കാണിക്കൊടുത്താൽ, സംഭാവന കൊടുത്താൽ ദൈവം പ്രസാദിക്കും. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം ഗ്രഹിച്ചതിനൊത്തവണ്ണം ആത്മസന്തോഷം ഉണ്ടാവും. ദൈവവചനം ഗ്രഹിച്ചതിനൊത്തവണ്ണം ആത്മസന്തോഷം ഉണ്ടാവും. ആ ഗ്രഹിച്ച ആത്മീയ സന്തോഷത്തിനൊത്തവണ്ണം നമ്മുടെ കയ്യിലുള്ള തുച്ഛമായിട്ടാണെങ്കിലും 2 കാശാണ് ഇട്ട സ്വർഗ സന്തോഷം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവരങ്ങനെയല്ല പഠിപ്പിക്കും. മുമ്പൊക്കെ പള്ളികളിൽ 2 കാശിനെ കുറിച്ച് പ്രസംഗിക്കും. മുമ്പൊക്കെ 2 കാശിനെ കുറിച്ച് പ്രസംഗിക്കും. അല്ലെങ്കിൽ 2 കാശുണ്ട്, കാരണം അനുഗ്രഹം കിട്ടാൻ വേണ്ടി, കൂടുതൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി 2 കാശുണ്ട്. 2 പൈസ തൊട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ 2 രൂപ നോട്ട് കൊണ്ടുപോകും, 2 രൂപ തൊട്ട് കൊണ്ടുപോകും. സ്തോത്രം. അപ്പോഴേക്ക് അങ്ങനെ പഠിപ്പിക്കരുത്. ഇപ്പോഴത് പഠിപ്പിക്കും. ഇപ്പൊ അമർത്തി കുലുക്കി കിട്ടുന്ന ആരെ പഠിപ്പിക്കും? ഹല്ലേലൂയ. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്ത് കൊടുക്കാൻ? ഹൃദയം കൊടുക്കണം. ഹൃദയം കൊടുത്താൽ വചനം കിട്ടും. ഹൃദയം കൊടുത്താൽ വചനം കിട്ടും. അശുദ്ധി അങ്ങോട്ട് ഏറ്റു പറഞ്ഞു അങ്ങോട്ട് കൊടുത്താൽ വിശുദ്ധി ഇങ്ങോട്ട് കിട്ടും. അതിന് കൊടുപ്പിൻ കിട്ടും, ഭൗതിക നേട്ടമല്ലാതെ. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ആത്മീയമായി ചിന്തിച്ചു വരുമ്പോഴാണ് നമ്മളെ ഭൗതികമായി ചിന്തിപ്പിക്കുന്ന ഭൂതമുണ്ടല്ലോ, ഭൗതികമായി ചിന്തിപ്പിക്കുന്ന ദുരാത്മാവുണ്ടല്ലോ, അതൊക്കെ നമ്മളെ വിട്ടങ്ങ് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്ര. പ്രാകൃത ആത്മാവെല്ലാം നമ്മളെ വിട്ട് മാറി. നമ്മൾ വചനത്തിൽ ഉറച്ചു നിന്നാൽ ഉറപ്പും നിശ്ചയവും ഉള്ളവരായി വളരും. സ്തോത്രം. അങ്ങനെ വളരുവാൻ തക്കവണ്ണം ദൈവം സ്തോത്ര അപ്പോസ്തലന്മാരിൽ കൂടി പ്രവർത്തിച്ച പ്രവർത്തനം വലുതായിരുന്നു. സ്തോത്രം. ദിവസം കഴിയുന്തോറും എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാർ പെരുകിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ ഈ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആളില്ല, അതുകൊണ്ട് ശിഷ്യന്മാരും പെരുകുന്നുണ്ട്. ആര് പെരുകുന്നു? വിശ്വാസികൾ പെരുകുന്നു. ശിഷ്യന്മാര് പെരുകുന്നില്ല, വിശ്വാസികൾ പെരുകുന്നു. സ്തോത്രം. വിശ്വാസികൾ പെരുകുന്നതിന് അർത്ഥമില്ല, ശിഷ്യന്മാർ പെരുകണം. യേശു അതാണ് പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ടു പോകണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് അല്ല, പ്രമാണിപ്പാൻ തക്കവണ്ണം നിർബന്ധമാണ്, പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും വിശ്വാസികളാക്കാനല്ല ശിഷ്യരാക്കാൻ. സാധാരണ പെട്ടെന്ന് നിങ്ങൾ എവിടുത്തെ വിശ്വാസി? അത് ഇന്നടത്തുള്ള വിശ്വാസി. നിങ്ങൾ ആരെ വിശ്വാസി? അത് ഇന്ന പാസ്റ്റർ വിശ്വാസി. നിങ്ങൾ ആരെ ശിഷ്യനൊന്ന് ചോദിക്കും. ക്രൈസ്തല്ലോ, ക്രൈസ്തല്ലോ. നമ്മളെല്ലാവരും വിശ്വാസിയായിട്ടല്ല ജീവിക്കാനുള്ളത്, ശിഷ്യരായി ജീവിക്കണം. സ്നാനം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശിഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്നാനം ഏൽക്കുന്നത് വരെ നമ്മൾ വിശ്വാസികളാണ്. സ്നാനം ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ശിഷ്യരായി മാറുകയാണ്. ആ ശിഷ്യത്വത്തിൽ വളരണം. പ്രൈസ് ദി ലോർഡ്. ഇനി ശിഷ്യത്വത്തിൽ വളരണമെങ്കിൽ ശിഷ്യമുണ്ട്. ശിക്ഷ നിരസിച്ചാൽ വീണ്ടും താണു വരും, പിന്നെ വിശ്വാസിയായിട്ടിരിക്കാൻ പറ്റും. ശിക്ഷ നിരസിക്കാതിരുന്നാൽ ശിഷ്യനായിട്ട് വളരാൻ കഴിയും. ശിഷ്യനായിട്ട് വളർന്ന് 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 വരുമ്പോൾ പിന്നെ ദൈവരാജ്യത്തിന്റെ ശിഷ്യനായി. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ആത്മീയ വളർച്ചയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ബാലപാഠമാണ് ഇപ്പൊ ഈ പറയുന്നത്. ആത്മീയ വളർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള ബാലപാഠമാണ് ഇപ്പൊ ഈ പറയുന്നത്. സ്തോത്രം. അപ്പൊ ഇത് ഒരു ഭാരമായിട്ട് ആർക്കും തോന്നരുത്. ഇത് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനപ്പുറത്ത് പറയുമ്പോഴാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഹല്ലേലൂയ. അതും ഞാൻ പഠിച്ചു വെച്ച് പറയുന്നതല്ല, അങ്ങനെ ഓർക്കരുത്. ഇപ്പൊ നിങ്ങളോട് ഈ പറയുന്ന വാക്ക് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക.
നിങ്ങൾ കേൾക്കുന്നു, ഞാനും കേൾക്കുന്നു. നിങ്ങൾ പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു. നിങ്ങൾ ഗ്രഹിക്കുന്നു, ഞാനും ഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഞാനും മനസ്സിലാക്കുന്നു. സ്തോത്രം, സ്തോത്രം. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അതാണ് ആത്മാവിന്റെ ഉപദേശം എന്ന് പറയുന്നത്. അല്ലാതെ തലേ ദിവസം ഇരുന്ന് പഠിച്ചു, എഴുതി, പഠിച്ചു, കാച്ചി കുറുക്കിയൊക്കെ വെച്ചു, പിറ്റേന്ന് പ്രസംഗിക്കുന്നു. അതൊന്നും ദൈവാത്മാവിന്റെ ഉപദേശമല്ല. അതിലെ തത്വജ്ഞാനവും വെറും വഞ്ചനയും അതിൽ മാനുഷ്യജ്ഞാനം എല്ലാം അതിൽ ചേർന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ഇനി ഇവിടെ നിങ്ങൾ കേട്ട് പഠിച്ചതായ, കേട്ടിട്ടുള്ളതായ കുറെ ആത്മീയ ചിന്തകൾ കൂടെ അല്ലെങ്കിൽ ചേർക്കും. അപ്പോൾ നമുക്കത് അതാണ് ആത്മീയത എന്ന് വിചാരിക്കും. ഹല്ലേലൂയ. അതൊന്നും ആത്മീയതയിൽ വരുന്നതല്ല. സ്തോത്രം. അതല്ല ആത്മീയത പുളിച്ചു വരുന്നത്. ആത്മീയത പുളിച്ചു വരുന്നതാണ്. സ്തോത്രം. കർത്താവിനെ പ്രാപിക്കുകയും അനുഭവിക്കുകയും കൊടുക്കുകയും ചെയ്യണം. ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ വളർന്നു വരേണ്ടതിന് കർത്താവിന്റെ ആത്മാവ് നമ്മൾ ഇടപെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നു സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവയുടെ പ്രവൃത്തികളെയും, രണ്ടാം സങ്കീർത്തനം തന്നെ 28 സങ്കീർത്തനം 5 വാക്യം. യഹോവയുടെ പ്രവൃത്തികളെയും യഹോവയുടെ കൈവേലയെയും. സ്തോത്രം. അപ്പൊ യഹോവയുടെ കൈവേല ലോകത്തിലെ ഒരു കാര്യമല്ല ദൈവത്തിന്റെ കൈവേല. സ്തോത്രം. കുശവന്റെ കളിമണ്ണെന്ന് പറയുന്നത് എന്തിനാണ്? ലോകത്തിലെ കാര്യത്തിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയാണ് ഇസ്രായേല് കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുമ്പോൾ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുക. എന്തിനാ? കൈവേല, കൈയുടെ വേലയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കയ്യിൽ നമ്മളായി മാറും. സ്തോത്രം. ദൈവം നമ്മെ പണിതെടുക്കും. ദൈവം പണിയുന്നത് നമ്മുടെ ഇഷ്ടമല്ല. ദൈവം പണിയുന്നത് ദൈവത്തിന് ഇഷ്ടമോ. ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം. ഇപ്പൊ നമ്മുടെ ശുദ്ധീകരണത്തിന് ഒത്തവണ്ണം ദൈവം പണിയും. പണിയുക അർത്ഥം നമ്മളെ ചിന്തിപ്പിക്കും. നമ്മുടെ ചിന്തകൾ വളർത്തിയെടുക്കും. അതിന് പണിയുക. നമ്മുടെ ചിന്തകൾ വളർത്തിയെടുക്കും. ചിന്തകളെ പണിയും. ചിന്തകളെ പണിയും. ചിന്തകളെ ശുദ്ധീകരിക്കും. ചിന്തകളുടെ അശുദ്ധിയും വിശുദ്ധിയും നമ്മൾ മനസ്സിലാക്കി തരും. അവിടെ പണി നടക്കുന്നു. അതാണ് അത്ഭുതം. രോഗസൗഖ്യമല്ല അത്ഭുതം. മറ്റുള്ള ഒന്നുമല്ല അത്ഭുതം. സ്തോത്രം. നമ്മുടെ ചിന്താ മണ്ഡലത്തെ പണിയുന്നതാണ് അത്ഭുതം. സ്തോത്രം, സ്തോത്രം. കരങ്ങളെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ആ വീര്യപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കണം. സ്തോത്രം. അപ്പൊ ലോകപ്രകാരം ഒന്നും നടക്കില്ല. എല്ലാം നടക്കും. ലോകപ്രകാരം എന്തൊക്കെ നടക്കാനുണ്ടോ അതൊക്കെ നമുക്ക് നടന്നിരിക്കും. പക്ഷെ അതും ഇതും തമ്മിൽ ഒരിക്കലും കണക്ട് ചെയ്യരുത്. കണക്ട് ചെയ്താൽ തീ പിടിക്കും. കണക്ട് ചെയ്താൽ തീ പിടിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണക്ട് ചെയ്താൽ തീ പിടിക്കാതിരിക്കണം. കണക്ട് ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൈനസും കറണ്ട്, മൈനസും പോസിറ്റീവും കൂടെ ഒരുമിച്ച് കൊണ്ടെടുത്ത് എന്ത് ചെയ്യും? കത്തും. പക്ഷെ കൊടുക്കേണ്ടടുത്ത് കൊടുത്ത് കത്തേണ്ടടുത്തോട്ട് കത്തിയാലോ പ്രകാശമായി മാറും. ഹല്ലേലൂയ. ഇപ്പൊ എന്ത് പറയുമ്പോൾ ഭൗതിക അനുഗ്രഹവും ആത്മീയ അനുഗ്രഹവും കൂടി തമ്മിൽ നമ്മൾ പെട്ടെന്ന് കൊണ്ട് കോർത്തുണ്ടാക്കാൻ നോക്കി എല്ലാം കത്തിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതം ഒന്നുമില്ലാതെ പോകും. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ ഉറച്ച് ശിഷ്യഗണമായി മാറി ക്രിസ്തുവിന് തലയോളം വളരുവാൻ തക്കവണ്ണം നമ്മൾ വേർതിരിക്കപ്പെട്ടാൽ ഭൗതികമായ കാര്യം നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കേണ്ട വിധത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഇനി അത് ലഭിച്ചാലും നമുക്ക് സന്തോഷമില്ല, അത് ലഭിച്ചില്ലെങ്കിലും നമുക്ക് ദുഃഖമില്ല. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കർത്താവ് പണി. അത് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഇല്ലാത്തവര് ഉള്ളവര് ഇല്ലാത്തവരെ പോലെ, ഇല്ലാത്തവർ ഉള്ളവരെ പോലെ. അവിടെ വേറെ ഒന്നുമില്ല. സന്തോഷമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. പ്രൈസ്. അവർക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് ദൈവവചനത്തുള്ള ബന്ധമാണ്. ഇനി അവർക്ക് ദുഃഖമുണ്ട്. എന്താണ് ദുഃഖം എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ നിലനിൽക്കാൻ കഴിയുന്നില്ലോ എന്ന ദുഃഖമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദുഃഖത്തെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 38 സങ്കീർത്തനം വായിക്കാൻ നോക്കത് കാണാൻ കഴിയും. ആ ദൈവഭക്തന്മാർ ദൈവത്തിൽ ദുഃഖിച്ചു. ഹല്ലേലൂയ. അവരുടെ അകൃത്യങ്ങളെ ഏറ്റു പറഞ്ഞ് പാപത്തെ
കുറിച്ച് ദുഃഖിച്ചു. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻ. ഭൗതിക നന്മകളെ ഓർത്തല്ല ദുഃഖിച്ചത്, ഭൗതിക നന്മ കിട്ടാത്തോണ്ടല്ല ദുഃഖിച്ചത്, അവരവരുടെ പാപത്തെ ഓർത്ത് ദുഃഖിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തിരുവചനത്തിൽ കൂടെ പരിശുദ്ധാത്മ നിയോഗത്താൽ വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് ഓർത്ത് ദുഃഖിച്ചാൽ ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ദൈവത്തിൽ. സ്തോത്രം, സ്തോത്രം. ഇനി ആശ്വാസം ദൈവം തരുമെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥമോ, സ്തോത്രം, ആ പാപത്തിന്റെ പരിഹാരമായ വചനപ്രകാശം നമുക്ക് തരും. പാപത്തിന്റെ പരിഹാരമാകുന്ന വചനത്തിന്റെ പ്രകാശം തരും. അതാണ് നമുക്ക് ആശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമുക്ക് ആശ്വാസമായി മാറുന്നത്. അതിനാണ് പറയുന്നത്, ദൈവത്തിന്റെ കൈവേലയെയും പ്രവൃത്തിയെയും അവർ വിവേചിക്കാത്തത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്. എങ്ങനെ വിവേചിക്കണം? കൊരിന്ത്യർ പറയുന്നത് അവിടെ സഹോദരൻ ആത്മീയമായി വിവേചിക്കണം. അപ്പോൾ ആത്മീയമായി വിവേചിക്കണമെങ്കിൽ വിവേകം പഠിക്കണം. വിവേകം പഠിക്കണം. സദൃശ്ലോകത്തിലൊക്കെ പറയുന്നത് വിവേകം പഠിക്കുക, വിവേകം നേടുക, വിവേകം സമ്പാദിക്കുക, വിവേകത്തിനായി ശബ്ദം ഉയർത്തുക. സ്തോത്രം. ഏത് വിവേകം? തിരുവചനത്തെ ആത്മീയതയിൽ ചിന്തിക്കേണ്ടതായ വിവേകം. പ്രൈസ് ദി ലോർഡ്. വിവേകത്തോട് നീ പറയണം, നീ എന്റെ കൂട്ടുകാരനാണ്, നീ എന്റെ സഖിയാണ്. സ്തോത്രം. നമുക്ക് ലോകപ്രകാരം ഒരുപാട് കൂട്ടുകാർ കാണുമായിരിക്കാം. പക്ഷെ ദൈവവചനത്തെ ആത്മീയമായി വിവേചിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്താ പ്രയോജനം? കൂട്ടുകാർ ആവശ്യമാണ് ലോകത്ത്, വേണ്ടെന്നല്ല. പക്ഷേ ദൈവവചനത്തെ ആത്മീകമായി വിവേചിക്കേണ്ടതായ കൂട്ടുകാർ കൂടെ നമുക്ക് വേണം. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. ഏത് കൂട്ടുകാരനെ? വചനത്തെ ആത്മീയമായി വിവേചിക്കാൻ പ്രാപ്തിയുള്ള ഒരു കൂട്ടുകാരൻ നിനക്കുണ്ടെങ്കിൽ നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ കൂട്ടുകാരനെ സ്നേഹിക്കും. അങ്ങനെ നീ കൂട്ടുകാരനെ സ്നേഹിച്ചാൽ കൂട്ടുകാരനിലുള്ള ആത്മീയ വിവേക ബുദ്ധി നിന്നിലേക്ക് വ്യാപരിക്കും. സ്തോത്ര, സ്തോത്ര, സ്തോത്ര. ഹല്ലേലൂയ. സഹോദരിമാരല്ല തന്നെ വിവേകമുള്ള സഹോദരിമാരെ കൂടുതൽ സ്നേഹിച്ചാൽ അവരിലുള്ള വിവേകം ഇങ്ങോട്ട് വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ വായിക്കുന്ന വചനങ്ങളെല്ലാം ആത്മീയ ചിന്തയിലേക്ക് തെളിഞ്ഞു 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 വരും. അങ്ങനെ ആത്മീയ ചിന്തയിലേക്ക് തെളിഞ്ഞു വരുന്തോറും ആത്മാവാകുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ കാണും. അങ്ങനെയാണ് ഭക്തന്മാരുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നമ്മൾ വളർന്നു വരേണ്ടത് ഏറ്റവും അത്യാവശ്യം. അതിനുവേണ്ടി ദൈവം ആഗ്രഹിക്കും നമ്മൾ വളർന്നു വരണം. അതാണ് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നത്. എഫെസ്യ ലേഖനം സ്തോത്രം 1-ാം അധ്യായം 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമ്മൾ അതിന്റെ രീതിയിൽ വചനത്തോടു കൂടി ഗ്രഹിപ്പിച്ചു തരും. വായിക്കാം. സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട് അതിനെ ഒരു കാര്യം പറയുന്നത്, നമ്മളീ കാണുന്ന വിശുദ്ധന്മാരല്ല. അതൊക്കെ നമ്മൾ ഓർത്തോണം. എന്ന് പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കാൻ നമ്മൾ നിൽക്കണ്ട. പക്ഷെ ബൈബിൾ പറയുന്ന വിശുദ്ധൻ അത് വേറെയാണ്. ബൈബിളിൽ പറയുന്ന അപ്പോസ്തലന്മാര് പറയുന്ന വിശുദ്ധൻ അത് വേറെയാണ്. ഇന്ന് കാണുന്ന ആൾക്കാര് വിശുദ്ധന്മാരെന്ന് പറയുന്നവരെ കുറിച്ചൊന്നല്ല ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല വിശുദ്ധന്മാരോട് കൂടിയുള്ള സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ അവൻ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ഇതെവിടുന്നാ കിട്ടിയത്? യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ നിന്നാണ് ഇവിടെ കിട്ടിയത്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കിട്ടിയത് എഴുതാൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ തരേണ്ടതിന് ഒരു ഉപദേഷ്ടാവ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഒരു ഉപദേഷ്ടാവ്, ഒരു ശുശ്രൂഷകൻ സഭയ്ക്ക് വേണ്ടി, സഭയിലുള്ള ശിഷ്യഗണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇന്നുള്ളവർ ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പങ്കാളിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. മനസ്സിലാക്കിയിട്ട് അവരെയൊക്കെ നമ്മൾ തുച്ഛീകരിച്ച് മോശമായി എണ്ണാനല്ല പറയുന്നത്. നമ്മൾ വേർപെട്ടോളൂ. നമ്മുടെ അറിവിൽ വ്യത്യാസം വരുത്തണം, നമ്മുടെ ചിന്തയിൽ വ്യത്യാസം വരുത്തണം, നമ്മുടെ മനോബോധത്തിൽ വ്യത്യാസം വരുത്തണം. നമ്മുടെ മനോബോധത്തെ ദൈവം പണിയണം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാം ദൈവത്തിന്റെ കയ്യിൽ പണിയായി മാറണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വചനം വായിച്ചും ചിന്തിച്ചും ധ്യാനിച്ചും ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്താ മണ്ഡലത്തെ പണിയുകയാണ്. നമ്മുടെ മനോബോധത്തെ പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ച വിളിയുടെ ആശ ഇന്നത് എന്നും വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ അവകാശത്തിന്റെ മഹിമാധനം, അതാണ് ധനമേ, മഹിമാധനമാണ്. സാമ്പത്തിക ധനത്തെ കുറിച്ചല്ല. മഹിമാധനം ഇന്നത് എന്നും ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് നാം അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അവിടെ രോഗികളാരും ഇല്ലായിരുന്നാണോ? ദാരിദ്ര്യമുള്ളവരില്ലായിരുന്നാണോ? ഭവനരഹിതരില്ലായിരുന്നു കാണോ? ലേഖനം ഉടനീളം വായിച്ചാലോ അറിയാം. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഭൗതിക ലക്ഷ്യത്തിലല്ല ഉപദേഷ്ടാക്കാനവർ അന്ന് പ്രാർത്ഥിച്ചിരുന്നു, അവരുടെ ആത്മീയ ലക്ഷ്യത്തിലാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ മനസ്സ് മാറി വരണം. അതാണ് മാനസാന്തരം. ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സങ്ങ് മാറും. എങ്ങോട്ടെ? അക്ഷരീയ അവസ്ഥയിൽ നിന്ന് ആത്മീയ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് മാറുന്നത് അത് മാനസാന്തരം ഒരു ദിവസം കൊണ്ട് തീരില്ല. മാനസാന്തരം ഒരു ദിവസം കൊണ്ട് തുടങ്ങും. പിന്നെ അത് വളർന്നുകൊണ്ടേയിരിക്കണം. വളർന്ന് ക്രിസ്തു നലുവോളം വളരണമെങ്കിലും വചനമെന്ന മായമില്ലാത്ത പാലും കുടിക്കണം. പിന്നെ വചനമെന്ന അപ്പവും ഭക്ഷിക്കണം. സ്വർഗത്തിൽ നിറയുന്ന ജീവന്റെ അപ്പവും ഭക്ഷിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ വചനത്തെ കുറിച്ചുള്ള ആത്മീയ കാഴ്ചപ്പാടുകൾ കൊത്തവണ്ണമാണ് ആഹാരത്തിന്റെ ശ്രേഷ്ഠത മാറി വരുന്നത്. സ്തോത്രം. അപ്രകാരം ആത്മീയ ആഹാരത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് കുത്തവകാശം പ്രാപിക്കത്തക്കവണ്ണം നമ്മൾ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നടക്കുമ്പോഴും പ്രാർത്ഥിക്കണം, നമ്മൾ കിടക്കുമ്പോഴും പ്രാർത്ഥിക്കണം, യാത്രയിലായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം. ഹൃദയമെന്ന ആലയത്തെ പ്രാർത്ഥന എന്ന ധൂപം പൊങ്ങിക്കൊണ്ടിരിക്കണം. സ്തോത്രം. അത് പുകഞ്ഞുകൊണ്ടിരിക്കണം. ആ പ്രാർത്ഥന പുകഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അത് നമുക്കങ്ങോട്ട് ഇപ്പൊ കഴിയുന്നത് കഴിയില്ല. പക്ഷെ അതിനും ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ്, ഇടവിടാതെ എൻ്റെ ഹൃദയത്തിൽ, ഇടവിടാതെ എൻ്റെ മനോബോധത്തിൽ പ്രാർത്ഥന എന്ന ദീപം കത്തിക്കൊണ്ടിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതും ദൈവം ചെയ്യും. അങ്ങനെയാണ് ഇടവിടാതെ പ്രാർത്ഥന വരുന്നത്. പരീക്ഷ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥന വരുന്നത്. ഉറങ്ങിയാലും ഹൃദയം ഉണർന്നിരിക്കും, മനോബോധം ഉണർന്നിരിക്കും, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണർന്നിരിക്കും.
ഹല്ലേലൂയ. അവർക്ക് ഉറക്കമല്ല പ്രധാനം, അവർക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് പ്രധാനം. അവർക്ക് ഉറക്കമല്ല പ്രധാനം, ദൈവത്തിന് ഒരു നിവാസാലയം എന്നിലുണ്ടാവണം. ദൈവത്തിന് വസിപ്പാൻ എന്നിലൊരു ആലയം ഉണ്ടാകണം. അതാണ് അവർക്ക് പ്രധാനം. അവർക്ക് ഉറക്കമല്ല അവർക്ക് പ്രധാനം. അതാണ് ഭക്തന്മാരുടെ പ്രത്യേകത. ക്രൈസ്തല്ലോ ക്രൈസ്തല്ലോ. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം വളർന്നു വരുവാൻ, ആത്മീയ ചിന്തകൾ വളർന്നു വരുവാൻ, ആത്മീയ ബോധം വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കണം. സ്തോത്രം. ദൈവത്തെ ആരാധിക്കണമെന്നുള്ള വാക്ക് നമ്മിൽ നിന്ന് അറ്റുമാറണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കണം എന്ന വചനം നമ്മളിൽ വളർന്നു വരണം. ചിന്തയിൽ വളർന്നു വരണം. ചിന്തയിൽ വളർന്നു വരണം. ദൈവത്തെ ആരാധിക്കണം എന്നുള്ള വാക്ക് നമ്മിൽ നിന്ന് അറ്റുമാറണം, ഉന്മൂലനാശമാകണം. ദൈവത്തിന് ആരാധന കഴിക്കുക, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കുക എന്ന ചിന്ത നമ്മിൽ വളർന്നു വരണം. അതിനായി നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാമോ? കഴിഞ്ഞ നാളുകളിൽ കേട്ടതും വായിച്ചതും അവരവരെ ഭവനങ്ങളിൽ ഇരുന്ന് വായിച്ചതുമായ വചനങ്ങളിൽ സ്വതന്ത്രം ആത്മീയ വെളിപ്പാടുകൾ ഉണ്ടാകുക. വരും നാളുകളിൽ വായിക്കുന്ന വചനങ്ങളിൽ കൂടെ ആത്മീയ വെളിപ്പാടുണ്ടാകുക, ആത്മീയ വിവേചനം ഉണ്ടാകുക, ആത്മീയ ചിന്ത ഉണ്ടാകുക തക്കതായി ദൈവ പ്രവർത്തിക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപം, മനസ്സു തകർന്നവരെ യഹോവ രക്ഷിക്കും. തകർന്ന നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. ആകയാൽ ദൈവം നമ്മെ നിരസിക്കാതിരിക്കേണ്ടതിന് വചനം വായിച്ചും വചനം കേട്ടും പ്രാർത്ഥിച്ചും നമ്മുടെ ഹൃദയം നുറങ്ങണം, മനസ്സ് തകരണം. ഹൃദയം കഠിനപ്പെടരുത്, മനസ്സ് കഠിനപ്പെടരുത്. കഠിനപ്പെട്ട ഹൃദയത്തെ ദൈവം തള്ളിക്കളയും, കഠിനപ്പെട്ട മനസ്സിനെ ദൈവം തള്ളിക്കളയും. അതുകൊണ്ട് വചനം വായിക്കുമ്പോഴൊക്കെ, കേൾക്കുമ്പോഴൊക്കെ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയം നുറുങ്ങണം, മനസ്സ് തകരണം. ക്രൈസ്തല്ലോ. നമ്മുടെ സാമ്പത്തിക വിഷയം ഓർത്തല്ല മനസ്സ് തകരാനുള്ളത്, ലോകപ്രകാരമുള്ള കാര്യങ്ങൾ ഓർത്തല്ല തകരാനുള്ളത്. ദൈവവചനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ദൈവവചനം വായിച്ചിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, ദൈവവചനം വായിച്ചിട്ട് ഓർമ്മയിരിക്കുന്നില്ല, അവൻ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ദൈവവചനത്തെ ആത്മീയമായി ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഓർത്ത് ഹൃദയം നുറങ്ങണം. സ്തോത്രം. ഇതൊക്കെ ഓർത്ത് മനസ്സ് തകരും. ഹല്ലേലൂയ. തകർന്ന മനസ്സിന് ദൈവം തള്ളിക്കളയില്ല. ആമേൻ. സ്തോത്രം. ചതഞ്ഞ ഓടെ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരികെ കെടുതി കളയില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് അവൻ ദൈവം നമ്മെ തള്ളിക്കളയാതിരിക്കത്തക്കവണ്ണം നമ്മുടെ മനോബോധത്തിനും മാറ്റമുണ്ടാകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടി ഇടപെടുന്ന ഇടപെടലുകൾക്ക് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ, ചിന്തകളെ ദൈവം പണിതെടുക്കുവാൻ, ചിന്തകളെ ദൈവത്തിന്റെ ഹിതത്വത്തോടെ പണിയുവാൻ നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം.